ആൻറ്റി 5000 രൂപയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ ആൻറ്റിക്ക്? റിപ്ലൈ ഒന്നും തന്നില്ല. വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് നമുക്ക് ഓർമ്മേണ്ട ഒരു ഷോട്ട് എടുക്കാൻ പോകണം. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു 5000 രൂപയ്ക്ക് ഞാൻ ആഹാരം കഴിപ്പിച്ച് അടങ്ങും. അപ്പം എന്തായാലും ഞാൻ വല്ല ആഹാരം കഴിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റിന് സമയമാണ്. അമ്മ എന്തോ ഉണ്ടാക്കിയിരിക്കുന്നു? എന്തോ മുട്ട? ഇതെന്തുവാണ്? മിസ്റ്ററി ദോശയാ? ഇതെന്ത് കോമ്പിനേഷൻ? നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്ത് കാണും, എൻ്റെ ഈ കണ്ണില്ലേ ചെറുതായിട്ട് ചുമന്നായിരിക്കുന്നത്. ഇന്നലെയുമായിരുന്നു ഇന്നുമായിരുന്നു. അത് മെയിൻ റീസൺ എന്ന് അമ്മയുടെ ഒരു കട്ടിയുള്ള കമ്പിളി ഉണ്ട്. അതിനകത്ത് എപ്പോൾ ഞാൻ തലേന്ന് ജസ്റ്റ് വെച്ചാലും എൻ്റെ കണ്ണ് ചൊറിയും, അല്ലെങ്കിൽ ഫുൾ തുമ്മലായിരിക്കും. എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. പലവട്ടത് കഴുകിയതാ, പക്ഷേ അഴയിലൊന്നും തൂക്കാൻ പറ്റില്ല കൊടുക്കാതെ വെയിറ്റ് ആയതുകൊണ്ട്. മതിലൊക്കെ തൂക്കും, പിന്നെ മതിലെ തൂക്കി കഴിഞ്ഞിട്ട് ഡസ്റ്റ് പോകത്തുമില്ല. അപ്പോൾ ഡ്രൈ ക്ലീനിങ് കൊടുക്കാന്ന് വിചാരിച്ചു, പക്ഷേ ഇതുവരെ കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ ഇനി എന്നെ കൊണ്ട് പറ്റിയിരുന്നു. ഇന്ന് അമ്മയും അച്ഛനും എല്ലാവരും പിന്നെ ബാങ്കിൽ പോയിരിക്കുക. ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ തന്നെ അകത്തോരെടുത്തിട്ടത്. ഞാൻ വാഷിംഗ് മെഷീൻ മേടിക്കാതെ എത്ര കേജിയുടെ മേടിക്കുന്നത് വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ കമ്പിളി കഴുകാൻ പറ്റണം, അത്രേ ഉള്ളൂ. വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. അപ്പം തന്നെ മഴ പെയ്തു. കൊള്ളാം. വലുതായിട്ട് മേഘം കറുത്തിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിൽക്കുമായിരിക്കും. എൻ്റെ വെതർ ഫോർകാസ്റ്റ്. 5000 രൂപയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ആളെ തപ്പാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്ന എങ്ങനെ തപ്പും ഞാൻ? കുറച്ചു നേരം കഴിയുമ്പോൾ കുറയുമായിരിക്കും. വെയിറ്റ് ചെയ്യാം. ചേറിപ്പോൾ ഇരിക്കുന്ന വിചാരിച്ചപ്പോഴത്തെ കിറുക്കി വന്നിരിക്കുന്നു. ഒന്ന് മാറി തരുമോ? ഇപ്പം തന്നെ മാറി തരും. ഉണ്ട കാറ് മേടിക്കേണ്ട സമയമായി. സെക്കൻഡ് ഹാൻഡ് വണ്ടിയെ മേടിക്കത്തുള്ളൂ, പുതിയൊന്നും മേടിക്കാൻ പോകുന്നില്ല. പുതിയതിനൊക്കെ വെറുതെ കൊടുക്കുന്ന ടാക്സ് ആണ്. അതിനെക്കാട്ടും നല്ലത് 10 ലക്ഷത്തിൻ്റെ വണ്ടിക്ക് വെറും 6 ലക്ഷം കണ്ടുള്ളൂ. അപ്പം ഞാൻ അപ്പം സെക്കൻഡ് ഹാൻഡ് മതി. പക്ഷേ പൈസ തരും, നിങ്ങൾ തരുക. മഴ കുറഞ്ഞ് വലുതായിട്ടില്ല, ഇത്രയൊക്കെ കുറയത്തുള്ളൂ. നമുക്ക് പോവാം. ഇത് ഞാൻ റെഡിയാക്കിയില്ലേ? ഇത് വഴിയിൽ ഇനി ഇതും റെഡിയാക്കണമല്ലോ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ക്യാമറമാനെ വിളിക്കാൻ വന്നു. ക്യാമറമാൻ്റെ ഇപ്രാവശ്യം വീട്ടിലോട്ട് ഞാൻ പോകുന്നില്ല, അവിടെ ചെളിയാ. ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാവാൻ വരാൻ വേണ്ടി. അതെ, ആരാ വരുന്നത് നോക്കി. അതായത് ഫുൾ മഴയാണ് കേട്ടോ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് പകുതി വഴിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. സ്റ്റോപ്പാണ്, എല്ലാം ഊട്ടയാണല്ലോ, ഊട്ട. അതവിടെ ഒരു മീൻ, കുറേ മീൻ. ഏതെങ്കിലും ലൊക്കേഷനിൽ എത്തുന്നുണ്ട്. ഇനി മഴ പെയ്യുന്നതിന് മുമ്പ് ഒരു കക്ഷിനെ കണ്ടുപിടിക്കണം. 5000 രൂപയ്ക്ക് ഫുഡ് ഫുഡ് തരുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആൾക്കാർ ഹായ് പറഞ്ഞിട്ട് പോകുന്നു. ഹായ്. ആരെങ്കിലും ഫുഡ് കഴിക്കുമോ? വിഷം തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും. നീ വിഷം തിരിക്കുന്ന ആളെങ്കിൽ ആരാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഏതപ്പം നമുക്ക് ആൾക്കാർക്ക് ചോദിച്ചു തുടങ്ങാം. കുട എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണ് കേരളത്തിൽ. ഈ മഴയത്ത് നടന്നാണെന്ന് എൻ്റെ ക്രോക്സും പൊട്ടി. ഇതെവിടെയെങ്കിലും ഒട്ടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തായാലും ആളായി തപ്പട്ടെ. ഒന്ന് നടക്കണം, ആരെങ്കിലും തപ്പാൻ നമുക്ക്. ആൻറ്റി 5000 രൂപയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ ആൻറ്റിക്ക്? റിപ്ലൈ ഒന്നും തന്നില്ല. ആരെങ്കിലും ഒരാളെ കിട്ടാതിരിക്കത്തില്ലേ? പ്രതീക്ഷയുണ്ട് എനിക്ക്. ചലഞ്ച് തീർക്കാൻ പറ്റില്ലെങ്കിൽ 2000 രൂപ അങ്ങോട്ട് കൊടുക്കണം. ഇല്ല, എന്റെ കാശില്ല. എന്റെ 2000 രൂപ 500 രൂപ എടുക്കാൻ. അല്ല, 5000 രൂപയ്ക്ക് ഫുഡ് കഴിച്ചാൽ മതി. ഫുഡ് കഴിച്ച് തീർത്താൽ കുഴപ്പമില്ല. തീർത്തില്ലെങ്കിൽ എനിക്ക് 2000 തിരിച്ചു തരേണ്ടി വരും. ഒരാൾ നിനക്ക് എന്തുവേണം മേടിക്കുക. അങ്ങനെ ഞാൻ പറയുന്ന ആഹാരമൊന്നും ഇല്ല. ഇല്ലാത്തതുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല. അതാണ് ഡിസപ്പോയിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരും കിട്ടുന്നില്ലടേ. എന്താണ് ഫുഡൊന്നും ആൾക്കാർക്ക് വേണ്ടേ? കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. 2000 തിരിച്ചു തരാൻ വേണ്ടിയാ. അതാ ഒരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഇപ്പം അത് വെച്ചില്ലെങ്കിൽ മോനെ ആൾക്കാർ വെറുതെ വന്നിട്ട് ഞാൻ കഴിക്കാം 1000-2000 കഴിച്ച് കഴിഞ്ഞിട്ട് അന്നേ ശരി ചേട്ടാ വീട്ടിൽ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിപ്പിക്കാൻ നോക്കണ്ട. MLA യുടെ വണ്ടിയാണ്. ചിലപ്പോൾ ഇവർ സമ്മതിച്ചാലോ. പയ്യനെ കണ്ടിട്ട് എനിക്ക് തോന്നി ചാലഞ്ച് റെഡി ആയിട്ട് വന്നിരിക്കുകയാണെന്ന് കേട്ടാ. എന്താ ദൈവവിളി ഉണ്ടായി വന്നതാണ് ഉറപ്പാണ് എനിക്ക്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5000 രൂപയ്ക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. 5000 രൂപയ്ക്ക് ഫുൾ ഫുഡ് മേടിച്ച് കഴിക്കണം. അല്ലാതെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വല്ലതും കഴിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ മതിയെന്ന് പറയുക, അല്ലെങ്കിൽ നിർത്തിയ എനിക്ക് 2000 തരേണ്ടി വരും തിരിച്ച്. അല്ലെങ്കിൽ നമുക്ക് ഏത് കടയിലും ഓരോ കടയിൽ നിന്നും ഏറ്റവും വില കൂടി എങ്ങനെയൊക്കെ സ്വന്തം ഇഷ്ടമുള്ളത് മേടിക്കുക, കഴിച്ച് തീർക്കണം കേട്ടാ. തീർക്കും. എനിക്ക് വയ്യ, എത്ര നേരമായിട്ട് കിട്ടിയിട്ട് ഒരാളെ കിട്ടില്ലായിരുന്നു എനിക്ക്. ഞാൻ വീട്ടിൽ പാക്ക് ചെയ്ത് പോകാൻ പോവായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ ഡ്രോപ്പ് ചെയ്യാൻ വന്നിരിക്കുക കേട്ടോ. അമ്മ എന്നെ ഇപ്പോൾ വിളിച്ചു കേട്ടോ. അമ്മ ഏതോ ഒരു റെസ്റ്റോറൻറ്റ് വേണം, അമ്മേനെ അവിടെ പോയിട്ട് ഇനി പിക്കപ്പ് ചെയ്യണം. അമ്മ ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞാൽ പോയി നോക്കാം. ഇവിടെ ഇരിപ്പുണ്ടല്ലേ, ന്യൂ കപ്പിൾസ് ആണ്. നോക്ക്. എന്തേനു വീഡിയോ ചെയ്തു? ഒറ്റയ്ക്ക് പോയി റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് അടിക്കുന്നുണ്ടല്ലോ അമ്മയായിട്ട്. അവസാനം ആയിട്ട് പിന്നെ എന്നെ അവസാനം വിളിച്ച് പിക്കപ്പ് ചെയ്യിപ്പിക്കുന്ന കുട്ടികള് മരുന്നിന് കൊണ്ടുപോയപ്പം അവർക്ക് എന്തേലും വാങ്ങിക്കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ റെസ്റ്റോറൻറ്റിൽ കേറിയ ടൈം തന്നെ നിന്നെ വിളിച്ചു. ഫസ്റ്റ് ടൈം തന്നെ. ശരി. എന്ത് വീഡിയോ ചെയ്യുന്നറിയാമോ? അന്ന് അറിയണ്ടല്ലേ, മഹാ ബിസി അല്ലേ. നീ എന്നോട് പറഞ്ഞു ചൊല്ലുടെ വീഡിയോക്ക് പോയത്. എന്ത് വീഡിയോ ചെയ്താ? എന്തുവാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. പറഞ്ഞോ, എന്ത് വീഡിയോ ചെയ്ത്? 5000 രൂപയ്ക്ക് 2 മണിക്കൂറിൽ 5000 രൂപയുടെ ആഹാരം തിന്നു തീർക്കണം. എന്നിട്ട് ആര് കഴിച്ചടാ? ആര് കഴിച്ചെന്നൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. തിന്ന് തീർത്താ?
വീഡിയോ കാണുമ്പോ മനസ്സിലാ. പൈസ കൊടുത്താ പൈസ അവർക്ക് കൊടുക്കണ്ടല്ലോ, പൈസ ഫുഡിനല്ലേ കൊടുക്കുന്നത്. അവര് ഫുഡ് കഴിച്ച എങ്ങനെ ചോദിച്ചാലും അർജുൻ എം പി പറയില്ല. അമ്മ വീഡിയോ കണ്ടു പറഞ്ഞാൽ നോക്കിയാൽ മതി. അല്ലാതെ അമ്മയുടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചൊക്കെ വരുമ്പോ ഞാൻ ഒരു സ്ഥലത്തെത്തും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.